എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയവീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അതായത് ഇന്നു മുതൽ എന്നൊരു തംബ്നെയിൽ കൊടുത്തു തന്നാൽ, ഇന്നു മുതൽ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്ത് ചെയ്യുകയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ വാല്യുവേഷൻ ആരംഭിക്കുകയാണ്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വിളിക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് മുതൽ വീടിട്ടെങ്കിൽ അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഡിസംബർ അവസാനത്തോടു കൂടിയോ ജനുവരി ആദ്യ വാരത്തോടെ പ്രതീക്ഷിക്കാം. അതിന് കാരണം നമ്മൾ ഉറപ്പായിട്ട് പറഞ്ഞത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5ാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് ഇന്ന് മുതൽ എന്ത് ചെയ്യാണ്, ഇന്ന് മുതൽ അധ്യാപകർ എന്ത് ചെയ്യാണ്, വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കുകയാണ്. അത് നിങ്ങൾ 5ാം സെമസ്റ്റർ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ, നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ എന്ത് ചെയ്യുകയാണ്, ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് മുതൽ നിങ്ങളുടെ അധ്യാപകർ വന്ന് നിങ്ങളുടെ പേപ്പർ നോക്കും. യൂണിവേഴ്സിറ്റി തലത്തിൽ നിങ്ങളുടെ പേപ്പർ നോക്കും. യൂണിവേഴ്സിറ്റി തലത്തിലല്ല, നിങ്ങളുടെ കോളേജിനല്ലേ, നിങ്ങളുടെ കോളേജിലെ അധ്യാപകർ നിങ്ങളുടെ പേപ്പർ ഇന്ന് മുതൽ നോക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ വാല്യുവേഷൻ ഏതാണ്ട് ഒരാഴ്ചയോളം നീണ്ടും. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഒരു വെള്ളിയാഴ്ചയോടൊക്കെ കൂടി തന്നെ എന്തായാലും ഈ വാല്യുവേഷൻ അവസാനിക്കും. ഒരാഴ്ചയൊക്കെയാണ് മാക്സിമം വാല്യുവേഷൻ പോക്ക്. വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ചയോട് കൂടി തന്നെ വാല്യുവേഷൻ അവസാനിക്കും. അതിനുശേഷം 2-3 ദിവസം യൂണിവേഴ്സിറ്റിക്കും നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ പോലും എന്നിട്ട് ഇനി അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച സമയം മാത്രമാണ് ഇനി പ്രൊസീജിയർക്ക് വേണ്ടത്. നിങ്ങളുടെ പേപ്പർ നോക്കുവാനും അതിനുശേഷം നിങ്ങളുടെ പേപ്പറുകൾ അധ്യാപകർക്ക് നോക്കാനും അതിനുശേഷം നിങ്ങളുടെ മാർക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും ഇനി ഏതാണ്ട് എത്രയാണ്, 2 ആഴ്ചത്തെ പ്രോസസ്സ് മാത്രമേ ആവശ്യമുള്ളൂ. അതിനുശേഷം യൂണിവേഴ്സിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴും പറയുകയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 30-നോ 31-നോ ഒക്കെ മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യാം, അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. ഇനി അഥവാ എന്തെങ്കിലും കാരണം വെച്ച് ഇപ്പോൾ ഡിസംബറിലൊക്കെ അവധി വരികയാണ്, ക്രിസ്മസ് അവധി വരികയാണ്, ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ പോലും ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെ വേണമെങ്കിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കാം. യൂണിവേഴ്സിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ ഡിസംബറിൽ ഇപ്പം 20-ാം തീയതി തൊട്ട് 30-ാം തീയതി ക്രിസ്മസ് അവധി വരികയാണ്. യൂണിവേഴ്സിറ്റി ചിലപ്പോൾ അടവായിരിക്കും, ലീവായിരിക്കും, സ്റ്റാഫൊക്കെ ലീവായിരിക്കും. അപ്പോൾ അവിടെ പ്രവർത്തനം ഉണ്ടാകില്ല. അതൊക്കെ ഓക്കെ. അപ്പം അങ്ങനെ ആണെങ്കിൽ പോലും എന്താണ്, യൂണിവേഴ്സിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെ വേണമെന്ന് യൂണിവേഴ്സിറ്റി വെച്ച് കഴിഞ്ഞാൽ ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെ യൂണിവേഴ്സിറ്റിക്ക് റിസൾട്ട് പുറത്തുവിടാൻ സാധിക്കും. അപ്പോൾ എന്തായാലും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത്, നമ്മുടെ ചാനലിൽ ഒരു പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ എക്സാം റിസൾട്ട് പബ്ലിഷ്ഡ് പ്രീമിയർ വീഡിയോ. എന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നോ, ഏത് സമയത്ത് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നോ, ആ സമയത്ത് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ഓണാക്കി നമ്മൾ അയക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ കയറുക. ഇപ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ആ വീഡിയോ നമ്മുടെ പ്രീമിയർ വീഡിയോയുടെ സെക്ഷനിൽ കിടപ്പുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അതിൽ നോട്ടിഫൈഡ് മീ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ആ വീഡിയോ എപ്പോഴാണോ ഞാൻ പബ്ലിക്കായിട്ട് വിടുന്നത്, അപ്പോൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തും. അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് പരിശോധിക്കുക എന്നും ആ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ, മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. പിന്നെ പോകുന്നതിന് മുമ്പ് ഇന്നു മുതൽ വാല്യുവേഷനാണ്. ഓൾ ദി ബെസ്റ്റ്. പാസ്സാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.